ഹലോ ഗൈസ്, നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ ഒരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം 1 കിലോ ചിക്കൻ മീഡിയം കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വിനീഗറിലും വെള്ളത്തിലും ഒക്കെ കഴുകി വെള്ളം തോരാനായിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 സവാളയും 2 തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതുമാണ് എടുത്തിട്ടുള്ളത്. 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ചതച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ലൂസ് തൈരാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ആദ്യം മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ തേങ്ങയെല്ലാം ഒന്ന് അരഞ്ഞ് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത് 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് പെരിഞ്ജീരകം ചേർക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് പെരിഞ്ജീരക പൊടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ പെരിഞ്ജീരകം ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും തൈരും അരച്ചതിൻ്റെ കൂട്ടത്തിൽ പെരിഞ്ജീരക പൊടിയോ പെരിഞ്ജീരകം ചതച്ചതോ ചേർക്കാവുന്നതാണ്. ഞാൻ പക്ഷേ അരച്ച് വേണ്ടി ലാസ്റ്റിലാണ് ഇതുകൊണ്ട് പെരിഞ്ജീരകം ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മീറ്റ് മസാല 1 ടീസ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പകരം നിങ്ങൾ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ ഉപ്പ്, അത് ഞാൻ ആവശ്യത്തിന് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 3/4 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കാരണം ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ അതിനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്യേണ്ട മസാല. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ട് 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു ചിക്കൻ അടച്ചു വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ചോറിടുന്ന പരിപാടിയിലേക്ക് കിടക്കാം. നിങ്ങൾ സ്ഥിരം ചോറ് വേവിക്കുന്ന പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കും. ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിറയെ വെള്ളം നിറച്ച് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾ സ്പൈസസിൻ്റെ ഇലയാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർത്തിരുന്നു കേട്ടോ, ചോറിനൊന്ന് കളർ പിടിക്കാനായിട്ട്. പിന്നെ ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ഗോൾഡൻ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം തോരാനായിട്ട് നമുക്ക് ഓട്ടപാത്രത്തിൽ വെച്ച് കൊടുക്കാവേ. എനിക്ക് ബിരിയാണിയിൽ മസാലയുടെ മയം വളരെ കുറച്ച് മതി എന്നതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് മസാലയുടെ മയം ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ 2-2.5 ഗ്ലാസ് എടുത്താൽ മതിയാകും. പിന്നെ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു വെള്ളം മുഴുവൻ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റൈസ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് പാകമാകട്ടെ. ചോറ് പാകമാകണമെങ്കിൽ 3/4 വേവ് ആകണം. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 3/4 വേവ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഈ ഒരു റൈസ് 15 മിനിറ്റ് എടുത്ത് 3/4 വേവാകാൻ. 3/4 വേവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചോറ് വാർക്കാവുന്നതാണ്. ശേഷം നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കുക. അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വേണ്ടി പാത്രം കഴുകി കളയണം. നമുക്കതുകൊണ്ടൊരു ആവശ്യമുണ്ട്. എന്തായാലും ഈ പാനിലെ ചിക്കൻ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പാത്രത്തിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, തക്കാളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഈ ഒരു ചിക്കൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അടച്ചു വെച്ച് വേവിക്കുന്ന മീഡിയം ഫ്ലെയിമിലാണ്. ഓക്കെ, നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഞെരടി ഈ പരുവത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുകൊണ്ട് ചിക്കൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ചിക്കനിലെ മസാല എല്ലാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഓൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഈ തിളച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഞെരടി വെച്ചിരുന്ന സവാള, തക്കാളി എല്ലാം ഒന്നിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടുപ്പ് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നോക്കിയപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ടായിരുന്നു ചിക്കൻ്റെ മസാല.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ ലെയറായിട്ട് പുതിനയില അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ കുട്ടികളത് കഴിക്കാത്തതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇനി നമ്മൾ ദമ്മിനിടാൻ പോവാണ്. ദമ്മിനിടുക എന്ന് പറഞ്ഞാൽ എയർ ഒന്നും കയറാത്ത വിധത്തിൽ അടപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് സിമ്മിലിടുക. അത് മെയിനായിട്ടുള്ള കാര്യമാണ്. സിമ്മിലിട്ട് വയ്ക്കുക അരമണിക്കൂറോളം. ഓക്കെ, അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി. അതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമേ. ടാറ്റാ.